0.0028 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് 28 എന്ന് എഴുതാം. അപ്പോൾ 17, 28. താഴെ വരുന്ന ആരാന്ന് വെച്ചാൽ ഹായ് ഹലോ നമസ്കാരം, ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 10th ലെവൽ മെയിൻസ് എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ ആണ് തുടങ്ങുന്നത്. മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റി റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഏറ്റവും റീസെന്റ് ആയിട്ട് തൊട്ട് മുമ്പ് നടന്ന 10th ലെവൽ മെയിൻസ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പാറ്റേണിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ തൊട്ട് മുമ്പ് നടന്ന 10th ലെവൽ, ഡിഗ്രി ലെവൽ, മെയിൻസ് ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് നടന്ന പരീക്ഷകളിൽ നിന്ന് പല ചോദ്യ മാതൃകകളും അടുത്ത പരീക്ഷകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു പരീക്ഷ എഴുതുമ്പോൾ അതിന് തൊട്ട് മുമ്പ് നടന്ന ചോദ്യങ്ങളെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നിലവിൽ നമുക്ക് ഏറ്റവും അവസാനം നടന്ന പരീക്ഷകൾ LGSന്റെയും LDCയുടെയും മെയിൻസ് എക്സാംസ് അല്ലേ? അതായത് LGSന്റെ പല ജില്ലകളിൽ നിന്നുള്ള പരീക്ഷകളുണ്ട്, അതുപോലെ LDCയുടെ അല്ലേ പല ജില്ലകളിൽ നിന്നുള്ള പരീക്ഷകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടാവും. കാരണം അതെല്ലാം ജനറൽ എക്സാംസ് ആണ്. എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ ഇവിടെ ഇതല്ലാതെ നടന്നിട്ടുള്ള ചില ചെറിയ ചെറിയ പരീക്ഷകളുണ്ട്. ചെറിയ ചെറിയ പോസ്റ്റുകൾക്ക് വളരെ എണ്ണം കുറഞ്ഞ വേക്കൻസീസ് വരുന്ന പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കേരള PSC നടത്തിയ മെയിൻസ് എക്സാംസ് തന്നെയാണ്. ആ ഒരു പരീക്ഷയിൽ ഉപയോഗിച്ച മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റി ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു, അതിന്റെ ശൈലി എങ്ങനെയായിരുന്നു, അത്തരം ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്തു നോക്കാം, ഇതാണ് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓരോ ചോദ്യങ്ങൾക്കും അതിൻ്റെതായുള്ള പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. ഒരെണ്ണവും ചെറുതല്ല, എല്ലാം നമുക്ക് അത്യാവശ്യമായിട്ട് നോക്കി വെക്കേണ്ടത് തന്നെയാണ്. അതിനകത്ത് മാത്സിന്റെ പാർട്ട് നോക്കിയിട്ടുണ്ട്, മെന്റൽ അബിലിറ്റി ചോദ്യങ്ങളും നോക്കിയിട്ടുണ്ട്. നോക്കാം. അപ്പൊ നേരെ ചോദ്യങ്ങളിലേക്ക് പോവാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന ചോദ്യം ഇതാട്ടോ. 4701 ഏത് സംഖ്യ കൂട്ടിയാൽ തൊട്ടടുത്തുള്ള പൂർണ്ണവർഗം ആകും? ഓക്കെ, ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് കൃത്യമായിട്ട് നോക്കുക. 4701 എന്ന് പറഞ്ഞൊരു സംഖ്യ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ ഒരു സംഖ്യയോട് ഏത് സംഖ്യ കൂട്ടിയാൽ നമുക്ക് തൊട്ടടുത്ത പൂർണ്ണവർഗ സംഖ്യ കിട്ടും എന്നാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യം മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ പറയാം. 20 എന്ന് പറയുന്ന സംഖ്യയോട് ഏത് സംഖ്യ കൂട്ടിയാൽ തൊട്ടടുത്ത പൂർണ്ണവർഗം കിട്ടും? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയില്ല, എല്ലാവർക്കും അറിയാം. എത്രയാ? 5. കാരണം എന്താ? 20ന്റെ തൊട്ടടുത്ത സ്ക്വയർ നമ്പർ 25 നമുക്കറിയാം. അപ്പൊ 100നോട് എത്ര കൂട്ടിയാൽ തൊട്ടടുത്ത പൂർണ്ണവർഗ സംഖ്യ കിട്ടും എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയും? 21 എന്ന് പറയും. കാരണം എന്താ? 100 ഒരു പൂർണ്ണവർഗ സംഖ്യയാണ്. തൊട്ടടുത്ത പൂർണ്ണവർഗ സംഖ്യയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് ആഡ് ചെയ്യണം. ആരെ ആഡ് ചെയ്യണം? ഈ പറയുന്ന 21നെ ആഡ് ചെയ്യണം. എന്നാലേ 11ന്റെ സ്ക്വയർ കിട്ടുള്ളൂ. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് വലിയ നമ്പറാണ് 4701. അപ്പൊ 4701നോട് ഏത് സംഖ്യ ഗുണിച്ചാൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഘടകങ്ങളാക്കിയിട്ട് അവിടെ കുറവുള്ളത് എന്തോ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ അങ്ങനെയല്ല, കൂട്ടിയാൽ എന്നാണ് അല്ലെ? 4701നോട് ഏത് സംഖ്യ കൂട്ടിയാൽ എന്നറിയണമെങ്കിൽ നിങ്ങൾ 4701 കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത പൂർണ്ണവർഗം ആര് എന്നറിയണം. നിങ്ങൾ ആലോചിക്കുക, ഈ 4700ന്റെ റേഞ്ചിൽ അല്ലെങ്കിൽ 4000ത്തിന് മുകളിലുള്ള ഒരു റേഞ്ചിൽ നമുക്ക് ഏതെങ്കിലും ഒരു പൂർണ്ണവർഗത്തെ അറിയാമോ? എല്ലാവർക്കും അറിയാം അല്ലെ? 60ന്റെ സ്ക്വയർ എത്രയാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. 60ന്റെ സ്ക്വയർ 6 6 36. എത്ര കിട്ടും? 3600 അല്ലെ? അപ്പൊ 60ന്റെ സ്ക്വയർ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്താ അറിയാടാ? 60ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36 എഴുതിയ ശേഷം 2 പൂജ്യം കൂടെ ഇട്ടിട്ട് 3600 എന്ന് വായിക്കാം. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത റേഞ്ചിലേക്ക് പോവാണ്. 70ന്റെ സ്ക്വയർ. 70ന്റെ സ്ക്വയർ എന്താന്ന് ചോദിച്ചാൽ നമുക്കറിയാം. 7 7 49. 49ന്റെ സൈഡിൽ 2 പൂജ്യം കൊടുക്കാം അല്ലെ? അപ്പം 70ന്റെ സ്ക്വയർ 4900. 60ന്റെ സ്ക്വയർ 3600. ഇതിനിടയിലാണല്ലോ ആര് വരുന്നത്? 4700 വരുന്നത്. ശരിയല്ലേ? അപ്പൊ 4700ന്റെ റേഞ്ചിൽ വരുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയറിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ 70ന്റെ സ്ക്വയർ എത്തിയപ്പോൾ തന്നെ 4900 ഉള്ളൂ. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള ഒരു നമ്പർ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം അല്ലെ? നമുക്ക് വേണമെങ്കിൽ 69ന്റെ സ്ക്വയർ എഴുതി നോക്കാം അല്ലെ? നിങ്ങൾക്ക് തന്നെ പ്ലെയിൻ ആയിട്ട് എഴുതി നോക്കാവുന്നേ ഉള്ളൂ. 69ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 69 × 69 അങ്ങനെ ചെയ്തു നോക്കിയാലും മതി. 69നെ 69 കൊണ്ട് ഗുണിച്ചെഴുതിയാൽ എന്ത് കിട്ടും അല്ലെ? ഇത് ശരിക്കും ഗുണിച്ചെഴുതിയാൽ എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ 4761 കിട്ടുന്നത് 4761 എന്നുള്ള രീതിയിലാണ്. 69ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെ? 69 നേരിട്ട് ഗുണിച്ച് നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെ. എന്തായാലും നമുക്ക് മനസ്സിലായി
4761 എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയറാ, പൂർണ്ണവർഗ്ഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 4701 ശേഷം വരുന്ന ആദ്യത്തെ പൂർണ്ണവർഗ്ഗ സംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആരാണ്? 4761. അപ്പൊ ഈ 4761 എത്തണമെങ്കിൽ നമ്മൾ ഇനി അവിടെ എത്ര കൂടെ കൂട്ടണം എന്ന് ആലോചിച്ചാൽ മതി അല്ലേ? അപ്പൊ 4701 എത്ര കൂട്ടിയാൽ 4761 കിട്ടുമെന്നാണ് ചോദ്യം. അതെത്രയാ? 61 എന്നാണോ? അല്ല, 61 വേണ്ട അല്ലേ? കാരണം എന്താ? 4701 ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് മതി? 60 മാത്രം മതി. കിട്ടിയോ? ഇത്രയേ ഉള്ളൂ സംഗതി. പക്ഷെ നമുക്ക് അതിന്റെ ഒരു റേഞ്ച് അറിയണം. ആ സംഖ്യ എവിടെയാണുള്ളത്? ഏതിന്റെ സ്ക്വയറിന് അടുത്താണുള്ളത്? അപ്പൊ ഏതിന്റെ സ്ക്വയറിലേക്ക് നമുക്ക് പോകാൻ പറ്റും? ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് വിലയിരുത്തി ചെയ്താൽ ഈസി ആയിട്ട് നമുക്കിതിന് പോവാം. അപ്പോ 4701 ഏത് സംഖ്യ കൂട്ടിയാൽ തൊട്ടടുത്ത പൂർണ്ണവർഗ്ഗം കിട്ടും എന്നറിയാൻ നമ്മൾ ചെയ്യേണ്ടത് 4701 തൊട്ടടുത്തുള്ള പൂർണ്ണവർഗ്ഗ സംഖ്യ കണ്ടെത്തുക. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? 70ന്റെ സ്ക്വയർ 4900. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള 69 എടുക്കുക. 69ന്റെ സ്ക്വയർ എടുക്കുക. 69ഉം 69ഉം കൂടെ ഗുണിച്ചെഴുതിയാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 4761 ആണ്. അപ്പൊ 4701 നിന്ന് 4761 പോകാൻ എത്ര കൂട്ടണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അതെത്രയാ? 60. ഉത്തരം. ഓക്കെ. അപ്പൊ ആ സ്ക്വയേഴ്സിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിലേക്ക് എത്താൻ ഏത് നമ്പർ കൂട്ടണം അല്ലെ? ഇനി നമ്മളിവിടെ ഏത് നമ്പർ കുറച്ചിട്ടാണ് എന്ന് ചോദിക്കുക അല്ലെ? 4701 നിന്ന് ഏത് നമ്പർ കുറച്ചാൽ അതിന് തൊട്ട് മുമ്പുള്ള സ്ക്വയർ അങ്ങനെ ചോദിച്ചൂടെ? ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 68ന്റെ സ്ക്വയർ കാണാം. ഈ 68ന്റെ സ്ക്വയറിലേക്ക് ഇവിടെ നിന്ന് പോകാൻ എത്ര ദൂരമുണ്ട് അല്ലെങ്കിൽ എത്ര നമ്പർ കുറയ്ക്കണം നമുക്ക് നോക്കി എഴുതാവുന്നേ ഉള്ളൂ അല്ലേ? ഇവിടുത്തെ ആൻസർ 60 ആണ്. നല്ല ചോദ്യമാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ സ്ക്വയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ റീസെന്റ് ആയിട്ട് പല പരീക്ഷകളിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്. 1.7 into 0.0028 divided by 0.068 into 0.014. കണ്ടോ? 1.7 into 0.0028 divided by 0.068 into 0.014. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ, അതായത് ഇവിടെ നമുക്ക് ദശാംശ സംഖ്യകളെ തമ്മിൽ എന്ത് ചെയ്യണം? ഗുണിക്കാനും ഹരിക്കാനുമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്കിപ്പോ ദശാംശ സംഖ്യയുടെ ക്ലാസ്സുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ വ്യക്തമായി നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ സംഖ്യകളെ ദശാംശം ഇല്ലാതെ എഴുതുക. ഇപ്പൊ 1.7 നമുക്ക് 17 എന്ന് എഴുതാം. 0.0028 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് 28 എന്ന് എഴുതാം. അപ്പൊ 17, 28. താഴെ വരുന്ന ആരാന്ന് വെച്ചാൽ 68 വരുന്നുണ്ട് അല്ലെ? ഡെസിമൽ ഇല്ലാതെ എഴുതിയതാ. പിന്നെ ആര് വരുന്നുണ്ട്? 14. ഇങ്ങനെ നമുക്ക് എഴുതാമല്ലോടാ അല്ലെ? ഇനി നമുക്ക് ഇവരെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ ഹരിക്കാൻ പറ്റും? 17ഉം 68ഉം ബന്ധുക്കളാണ്. 17ന് 68നോട് ഒരു ബന്ധമുണ്ട്. എന്താ ബന്ധം? 17ഉം 68ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 4 എന്ന് കിട്ടും അല്ലെ? 17 4 ചേർന്നാലാണ് 68. അടുത്ത് ഇവിടെ ഒരു 28 ഉണ്ട്. ഇവിടെ 14 ഉണ്ട്. 28നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും 2 എന്നാണ്. ആക്ച്വലി ഇവിടെ കിട്ടുന്ന വാല്യൂ എന്താന്ന് വെച്ചാൽ 2/4 അല്ലെ? ഈ 2/4നെ ഒന്ന് ചെറുതാക്കി നമുക്ക് എന്ത് കിട്ടൂടാ? 1/2 എന്ന്. അപ്പൊ തന്നിരിക്കുന്ന സംഖ്യകൾ ദശാംശ സംഖ്യകളായതുകൊണ്ട് ഉത്തരവും നമ്മൾ ദശാംശത്തിൽ എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പൊ 2/4 അഥവാ 1/2 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് 0.5 എന്ന് അല്ലെ? അര എന്ന് എഴുതുന്നതിന് പകരം 0.5 എന്ന് എഴുതിയാൽ തെറ്റില്ലല്ലോ? ഇല്ല. ഇനി നമുക്ക് ദശാംശം എണ്ണി നോക്കാം. അടുത്ത് ചെയ്യുന്നത് ദശാംശം ഇല്ലാതെ നമ്മൾ ഇവരെ ഡിവൈഡ് ചെയ്ത് എഴുതി ശേഷം ഇനി ദശാംശം എണ്ണി നോക്കുക. ദശാംശം എണ്ണി നോക്കുമ്പോൾ ഇതിന്റെ ന്യൂമറേറ്റർ സൈഡ്, അതായത് മുകളിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട്, താഴെ എത്ര ദശാംശ സ്ഥാനമുണ്ട്. മുകളിൽ എത്ര സ്ഥാനമുണ്ട് എന്ന് ചോദിച്ചാൽ 5 സ്ഥാനമുണ്ട് ആണല്ലോ. മുകളിൽ 4 1 5 സ്ഥാനം. താഴേക്ക് വരുമ്പോൾ അത് എത്ര സ്ഥാനമായിട്ട് മാറുന്നു? 6 സ്ഥാനമായി മാറുന്നു അല്ലേ? ഇപ്പൊ മുകളിൽ എന്തുണ്ട്? 5 ദശാംശ സ്ഥാനമുണ്ട്. താഴെയാണെങ്കിലോ അത് 6 ദശാംശ സ്ഥാനമുണ്ട്. നിങ്ങൾ ഇനി ചിന്തിക്കേണ്ടത് മുകളിൽ അംശത്തിലാണ് ദശാംശ സ്ഥാനം കൂടുതലെങ്കിൽ ആ ദശാംശ സ്ഥാനങ്ങൾ എത്ര കൂടുതലുണ്ടോ, ഇപ്പൊ 2 ദശാംശ സ്ഥാനം കൂടുതലാണെങ്കിൽ ആൻസറിലേക്ക് വരുമ്പോൾ ആ 2 ദശാംശ സ്ഥാനം കൊടുക്കുക. 1 ദശാംശ സ്ഥാനം കൂടുതലാണെങ്കിൽ ആൻസറിൽ ആ 1 ദശാംശ സ്ഥാനവും കൊടുക്കുക. എന്നാൽ ഛേദത്തിൽ താഴെയാണ് ദശാംശം കൂടുതലെങ്കിൽ അത്രയും തന്നെ 0 കൊടുക്കുക അല്ലെങ്കിൽ 10 കൊണ്ട് ഗുണിക്കുക എന്നാണ്. ശരിയല്ലേ?
ഇവിടെ നോക്കുമ്പം എവിടെയാണ്? താഴെയാണ്, ചുവട്ടിലാണ് അല്ലേ? ഡിനോമിനേറ്ററിലാണ് ദശാംശ സ്ഥാനം കൂടുതൽ. എത്ര സ്ഥാനം കൂടുതലാ? 1 സ്ഥാനം കൂടുതലാ. അപ്പൊ നമ്മുടെ ആൻസറില്ലേ, അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ആൻസറിൽ ഒരു 0 കൊടുക്കുക. ഒരു 0 കൊടുക്കാന്ന് വെച്ചാൽ എന്താ? അതിലൊരു 10 കൊണ്ട് ഗുണിക്കുക എന്നാണ്. മനസ്സിലായോ? അപ്പൊ 0.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നമുക്ക് ആൻസർ അല്ലേ? പിന്നെ മറ്റ് ഒരു മാർഗ്ഗം എന്താന്ന് വെച്ചാൽ നമ്മളിത് സാധാരണഗതിയിൽ ചെയ്യുന്നത് എങ്ങനെയാ? ദശാംശം മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും. അതായത് മുകളിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ട് എന്ന് നോക്കും. എത്രയുണ്ട്? 5. താഴെയാണെങ്കിൽ എത്ര സ്ഥാനമുണ്ട്? 6. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര 10 കൊണ്ട് ഗുണിക്കേണ്ടി വരും? 6 10 കൊണ്ട് ഗുണിക്കേണ്ടി വരും അല്ലേ? താഴെയും മുകളിലും 6 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ മുകളില് 5 10 കൊണ്ട് ഗുണിക്കുമ്പോൾ തന്നെ ദശാംശം പൂർണ്ണമായിട്ട് അങ്ങ് മാറും. അപ്പൊ എത്ര കിട്ടും? 17 ഇൻറ്റു 28 ഇൻറ്റു 10 അല്ലേ? മൊത്തം 6 10 കൊണ്ട് ഗുണിക്കാനാണ് നമ്മൾ തീരുമാനിച്ചേ. താഴെയും മുകളിലും ഒരുപോലെ അല്ലേ? മുകളിൽ നമുക്ക് 5 10ന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ 10നെ അവിടെ അങ്ങ് എഴുതി. ഓക്കെ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ താഴെ നോക്കുമ്പോൾ 6 ദശാംശ സ്ഥാനമുണ്ട്. അവരെ മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 6 സംഖ്യകളും വേണം. 6 10കളും വേണം. അത് 6 ദശാംശ സ്ഥാനം മാറ്റുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? 6 10കൾ കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് പഠിച്ചു അല്ലേ? 6 10 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ എത്രയായിട്ട് മാറും അത്? 68 ഇൻറ്റു 14 ആയിട്ട് മാറും. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 17ഉം 68ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 4 കിട്ടും. ഇവിടുത്തെ 28ഉം ഈ 14ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. ഈ 2ഉം ഈ 4ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 2 കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഉത്തരം വരും. മുകളിൽ 10ഉം താഴെ 2ഉം അല്ലേ? 10നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 5. ഇങ്ങനെ ചെയ്താലും തെറ്റില്ല. ഇതാകുമ്പോൾ അധികം ടെൻഷൻ ഇല്ല. കൂളായിട്ട് ചെയ്യാം അല്ലേ? താഴെയും മുകളിലും ഒരുപോലെ 10കൾ കൊണ്ട് ഗുണിക്കുക. എവിടെയാണോ കൂടുതൽ ദശാംശം ഉള്ളത് അതിനനുസരിച്ച് 10കളെ എടുക്കുക. അപ്പൊ 5 ദശാംശം ഉണ്ടെങ്കിൽ 5 10 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 6 10 ഉണ്ട്, 5 10 ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെയാണ് കൂടുതലായിട്ട് എടുക്കുന്നത്? 6 എണ്ണമാണ് കൂടുതലായിട്ട് പരിഗണിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ 6 10 കൊണ്ട് ഗുണിക്കുക. 6 10 എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര 0 വരും? 6 0 വരും അല്ലേ? അപ്പൊ 6 10 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചാലും മതി. ഇവിടെ 10 ലക്ഷം കൊണ്ട് ഗുണിക്കുക എന്നാണ് അല്ലേ? അപ്പൊ 3 10 ആണെങ്കിൽ 1000 അല്ലേ? 4 10 ആണെങ്കിൽ 10000, 5 10 ആണെങ്കിൽ 1,00,000. ഇവിടെ നമുക്ക് 6 10കൾ കൊണ്ട് ഗുണിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? താഴെയും മുകളിലും 10 ലക്ഷം കൊണ്ട് ഗുണിക്കുക. നമ്മൾ അത്രയൊന്നും കടന്ന് ചിന്തിക്കാറില്ല അല്ലേ? നമ്മൾ അത്രയൊക്കെ പോണോ? വേണ്ട. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇവിടെ ദശാംശ സ്ഥാനം എണ്ണി നോക്കുമ്പോൾ 5 സ്ഥാനം, താഴെ നോക്കുമ്പോൾ 6 സ്ഥാനം. നമുക്കറിയാം 6 10കൾ കൊണ്ട് ഗുണിച്ചാൽ 6 ദശാംശ സ്ഥാനം നഷ്ടപ്പെടും അല്ലേ? എന്നാൽ നമുക്ക് മുകളിലാണെങ്കിൽ 5 സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 5 10കൾ കൊണ്ട് ഗുണിച്ചിട്ട് നമ്മളെ നമ്പർ മാത്രം എഴുതുക. ആരൊക്കെയാ? 17 28 അല്ലേ? താഴെ ആരുണ്ട്? 68 14 ശരിയല്ലേ? ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കും. എവിടാണ് കൂടുതൽ? താഴെയാണ് കൂടുതൽ. അപ്പൊ നമുക്ക് കുറവുള്ള സ്ഥലത്ത് കൊടുക്കുക. കുറവുള്ള സ്ഥലത്ത് എവിടെയാ? ഒരു 10 അങ്ങ്. മനസ്സിലായോ? ഓക്കെ. ഇനി എന്ത് ചെയ്യാ? 17ഉം 68ഉം കൂടെ ക്യാൻസൽ ചെയ്തു 4 കിട്ടി. 28നെ 14 കൊണ്ട് ക്യാൻസൽ ചെയ്തു 2. ഈ 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്തു 2. ഇനി വരുന്നത് എന്താന്ന് വെച്ചാൽ മുകളിലത്തെ 10ഉം താഴത്തെ 2ഉം മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ആൻസർ 5. അയ്യോ, ഇതാണ് ഇവിടുത്തെ ഉത്തരം. ചെയ്യാൻ പറ്റിയില്ലേ? എല്ലാവർക്കും ചെയ്യാവുന്ന നല്ലൊരു ചോദ്യം. അടുത്തൊരു ചോദ്യം, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഇതെന്താണ്? ഒരു സീക്വൻസ് ആണ് അല്ലേ? ലെറ്റേഴ്സിന്റെ ഒരു സീരീസ് ആണ്. ഇതിനകത്ത് നിന്ന് നമുക്ക് ഒരു മിസ്സിംഗ് ടേം ഉണ്ട്. അതാരെന്ന് കണ്ടെത്തണം. അത് കണ്ടെത്താനുള്ള മാർഗത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഈ ടേംസിനെ എഴുതിയിരിക്കുന്ന ഒരു ക്രമം നോക്കുക. ആദ്യം നോക്കടാ, എയിൽ നിന്ന് അല്ലെ? ആദ്യത്തെ ഒരു ടേമില് എയിൽ നിന്ന് ബിയിലേക്ക് പോവാണ് അല്ലെ? അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്ര ലെറ്റർ കൂട്ടി എഴുതി? തൊട്ടടുത്ത ലെറ്ററാ എന്ന് വെച്ചാൽ ഒന്ന് കൂട്ടി എഴുതിയാൽ മതി. എയിൽ നിന്ന് ബിയിലേക്ക് എത്തുക എന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? ഒന്ന് കൂട്ടിയാൽ മതി. ഇനി ബിയിൽ നിന്ന് നേരെ സിയിലേക്കല്ല പോയിരിക്കുന്നത്, ഡിയിലേക്കാ. നാലാമത്തെ ലെറ്ററിലേക്ക് എത്ര കൂട്ടിയിട്ടാ? 2 കൂട്ടിയിട്ടാ. എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ 1 കൂട്ടണം, ബിയിൽ നിന്ന് ഡിയിലേക്ക് പോകുമ്പോൾ 2 കൂട്ടണം. അങ്ങനെയാണെങ്കിൽ ഡിയിൽ നിന്ന് അടുത്ത ലെറ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്ര കൂട്ടണം? 3 കൂട്ടണം. ശരിയല്ലേ? അതങ്ങ് ഫിക്സ് ചെയ്യാം. അപ്പൊ എ ബി ഡി. ഇപ്പൊ ഡി കഴിഞ്ഞിട്ട് ഇനി ഒരു 3 ലെറ്റർ കൂടെ കഴിഞ്ഞിട്ടേ അടുത്ത ലെറ്റർ എഴുതാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ 3 കൂട്ടി എഴുതുക. ഡിയോട് 3 കൂട്ടുക. ഇ എഫ് ജി. എവിടെ എത്തിയിട്ടുണ്ട്? ജിയിലെത്തി. ഓക്കെ ആണല്ലോ? അപ്പൊ ആദ്യത്തെ ലെറ്റർ ജി ആണ്. കറക്റ്റ് ആണോ എന്ന് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ജിയോട് ഒരു 5 കൂട്ടി നോക്കുക. കെയിൽ എത്തുന്നുണ്ടോ എന്ന് നോക്കുക. ജിയോട് എത്ര കൂട്ടി എഴുതുക? 5 ആണോ? അല്ല, 4 ട്ടോ അല്ലേ? അപ്പൊ ആദ്യം 1 കൂട്ടി, പിന്നെ 2 കൂട്ടി, പിന്നെ 3 കൂട്ടി, അടുത്ത 4 അല്ലേ? അപ്പൊ ജി എന്ന് പറയുന്നത് 7ാമത്തെ ലെറ്റർ. 4 കൂട്ടുമ്പോൾ എത്രാമത്തെ ലെറ്ററിൽ എത്തണം? 11ാമത്തെ ലെറ്ററിൽ. കറക്റ്റ് അല്ലേ? ഓക്കെയാണ്. ഓക്കെ, നമ്പർ ഇട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അടുത്ത് നോക്കുമ്പോൾ വൈയിൽ നിന്ന് ഡബ്ല്യൂയിലേക്ക് വരുന്നു. വൈ ഡബ്ല്യു. വൈയും ഡബ്ല്യു അടുത്തടുത്ത ലെറ്റേഴ്സ് ആണോ?
ഒരിക്കലും അല്ല. വൈയും ഡബ്ല്യുവും അടുത്തടുത്ത ലെറ്റേഴ്സേ അല്ല. അല്ലേ? അപ്പൊ ഡബ്ല്യു കഴിഞ്ഞിട്ട് ആര് വരുന്നുണ്ട്? എക്സ് വരുന്നുണ്ട്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? വൈ. അല്ലേ? ഡബ്ല്യു, എക്സ്, വൈ. അല്ലേ? അപ്പൊ അവിടുത്തെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ വൈയോട് 2 കുറച്ചാൽ ഡബ്ല്യുവിലെത്തും. അല്ലേ? ഡബ്ല്യുവിൽ നിന്ന് നമ്മൾ വന്നിരിക്കുന്നത് എവിടേക്കാണ്? യുവിലേക്കാണ്. യുവും ഡബ്ല്യുവും തമ്മിലുള്ള ബന്ധം എന്താ? യു വി ഡബ്ല്യു. ഒരു ലെറ്ററിന്റെ ഗ്യാപ്പ് വരും. അല്ലെ? പുറകിലേക്ക്. ഇപ്പൊ യുവിൽ നിന്ന് നമ്മൾ പുറകിലേക്ക് പോവാണെങ്കിൽ യുവിന്റെ തൊട്ട് മുമ്പത്തെ ആര് വേണ്ട? ഈ നമുക്ക് വേണ്ട. ഏത് മതി? മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഒരു ലെറ്ററിൽ നിന്ന് തൊട്ട് പുറകിലെ ലെറ്റർ അല്ല എടുത്തിരിക്കുന്നത്. അല്ലെ? ഒരു ലെറ്ററിന്റെ കൂടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2 കുറച്ച് എഴുതുക. വൈയിൽ നിന്ന് 2 കുറച്ചാൽ ഡബ്ല്യു, ഡബ്ല്യുവിൽ നിന്ന് 2 കുറച്ചാൽ യു, യുവിൽ നിന്ന് 2 കുറച്ചാൽ എസ്. അല്ലെ? ഇനി എസിൽ നിന്ന് 2 കുറച്ചാൽ എവിടെ എത്തുന്നുണ്ട്? ക്യൂവിൽ എത്തുന്നുണ്ട്. ക്യു ആർ എസ് എന്നല്ലേ? അതുകൊണ്ട് തന്നെ 2 കുറച്ചു. അപ്പൊ ജി എസ് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഉത്തരം റെഡി ആയിട്ടുണ്ട്. ഉടനെ നിങ്ങൾ അത് ഫിക്സ് ചെയ്ത് കളയരുത്. ജി എസ് വേറെ ഇല്ലല്ലോ. പക്ഷെ ഇതിനകത്തൊരു അപകടം എന്താ അറിയോ? ഇതൊന്നുമല്ല അല്ലെങ്കിൽ ഇവയൊന്നും അല്ല എന്ന ഓപ്ഷൻ നമുക്കിട്ട് പണി തരും. കാരണം ഇനി കണ്ടെത്താനുള്ള ഏതെങ്കിലും ഒരു ലെറ്റർ തെറ്റാണെങ്കിൽ പോലും ആൻസർ എവിടെ എത്തും? ഇവയൊന്നും അല്ല എന്ന ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ ഇതൊന്നും അല്ല എന്ന ഓപ്ഷനിലേക്ക് പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാ ലെറ്റേഴ്സും എഴുതിയിട്ട് ഉത്തരം കൺഫേം ചെയ്യാം. അടുത്ത എവിടെയാണ് പോയിരിക്കുന്നത് നോക്കുക. അടുത്ത ലെറ്റർ നോക്കുമ്പോൾ ഐ ആണ്. ഐയിൽ നിന്ന് എവിടേക്കാണ് പോയിരിക്കുന്നത്? എല്ലിലേക്കാണ്. ഐ എന്ന് പറയുന്ന 9ാമത്തെ ലെറ്ററും എൽ എന്ന് പറയുന്നത് 12ാമത്തെ ലെറ്ററുമാണ്. അല്ലെ? എത്ര കൂടിയിട്ടാ? 3 കൂടിയിട്ട്. ഇനി എല്ലിൽ നിന്ന് പോയിരിക്കുന്ന എങ്ങോട്ടാ? ഓയിലേക്കാണ്. 12നോട് 3 കൂട്ടി 15ൽ എത്തിയിട്ടുണ്ട്. അല്ലെ? അപ്പൊ ഓയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? കൂട്ടി എഴുതണം. എത്ര കൂട്ടി എഴുതണം? 3 കൂട്ടണം. ഓയോട് 3 കൂട്ടുക. ഈ പറയുന്ന എ ബി സി ഡി ക്രമം നമ്മൾ കൃത്യമായിട്ട് നമ്പർ ഇട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഇത്രയും റിസ്ക് ഇല്ല കേട്ടോ. നമ്പർ ഇട്ടാണെങ്കിൽ നമുക്ക് പടപടയെന്ന് എഴുതി പോകാൻ പറ്റും. ഇപ്പൊ നമ്മൾ ലെറ്റേഴ്സ് മാത്രം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഐ 9ാമത്തെ ആയിരുന്നു. അത് എല്ലിലേക്ക് എത്തിയപ്പോൾ 12ാമത്തെ ലെറ്റർ എത്തി. അല്ലെ? 12 ഓയിലേക്ക് എത്തിയപ്പോൾ 15 എന്ന് വെച്ചാൽ 3 വീതം കൂടിപ്പോയിരിക്കുകയാണ്. ഇനി നമുക്ക് 3 കൂട്ടണം. 15നോട് 3 കൂട്ടിയാൽ 18 എന്ന് കിട്ടും. 18ാമത്തെ ലെറ്റർ ആര് എന്ന് ചോദിച്ചാൽ അത് ആറാണ്. ഓക്കെ ആയോ? അതെ. അടുത്ത എൻ ആണ്. അല്ലെ? എന്നിൽ നിന്ന് എവിടേക്ക് പോയി? എമ്മിലേക്ക് പോയി. എമ്മിൽ നിന്ന് എല്ലിലേക്ക് പോയി. അല്ലെ? എം എൻ. അല്ലെ? അതിന് മുമ്പ് എൽ. എൽ എം എൻ. അങ്ങനെയാണെങ്കിൽ എല്ലിന് മുമ്പുള്ള ഏത് ലെറ്റർ നമുക്ക് എടുക്കേണ്ടി വരും? കെ എന്ന ലെറ്റർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ജി എസ് ആർ കെ. ജി എസ് ആർ കെ. വന്നിരിക്കുന്ന ക്രമം കൃത്യമായിട്ട് നോക്കുക. അല്ലെ? ആദ്യത്തെ ലെറ്ററിൽ വരുമ്പോഴത്തേക്ക് 1 കൂടി, 2 കൂടി, 3 കൂടി, 4 കൂടി. അടുത്ത ലെറ്ററിന്റെ ക്രമം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അത് റിവേഴ്സ് ആണ് അല്ലേ? ഒന്നിടവിട്ട ലെറ്റേഴ്സ് റിവേഴ്സ് ആയിട്ട് വന്നു. അടുത്തതിൽ വരുമ്പോൾ എങ്ങനെയാ? 3, 3, 3 വീതം കൂടി കൂടി പോവാണ് ചെയ്തത്. അടുത്ത ലെറ്ററിൽ എത്തിയപ്പോഴത്തേക്ക് ഓരോന്ന് വീതം പുറകിലേക്കാണ് പോയത്. അങ്ങനെ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? ജി എസ് ആർ കെ എന്ന് പറയുന്ന കേട്ടോ. നിങ്ങൾ നമ്പർ എഴുതി ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ അങ്ങനെ ചെയ്തോ. അതായത് ഇപ്പോ KYIN എന്ന് പറയുന്നത് എങ്ങനെയാ? 1, 25, I9, N എന്ന് പറയുന്നത് 14. എഴുതി വെച്ചല്ലോ. ഓക്കെ. അടുത്ത BWLM എന്നാണ്. അപ്പൊ ബി എങ്ങനെയാ? 2. ഡബ്ല്യു എന്ന് പറയുന്നത് 23. അല്ലെ? എൽ എന്ന് പറയുന്നത് 12. എം എന്ന് പറയുന്നത് 13. ഇതാലോ. അടുത്ത DUOL എന്നാണ്. ഡി ആരാ? 4ാമത്തെയാണ്. അടുത്ത നമുക്ക് യു ആണ്. യു എത്രാമത്തെ ലെറ്ററാ? 21ാമത്തെ ലെറ്റർ. പിന്നെ വരുന്ന O ആണ്. O 15ാമത്തെ ലെറ്ററും എൽ എന്ന് പറയുന്നതോ 12ാമത്തെ ലെറ്ററും. പിന്നെ ഇതിന്റെ ക്രമം നോക്കിയാൽ തൊട്ടടുത്തത് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അല്ലേ? നോക്കടാ. 2. അല്ലേ? 1ൽ നിന്ന് 2ലേക്ക് വന്നാൽ എത്ര കൂടി? 1 കൂടി. 2ൽ നിന്ന് 4ലേക്ക് വന്നപ്പോൾ എത്ര കൂടി? 2 കൂടി. അപ്പൊ 4ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു 2 കൂട്ടണോ? ആദ്യം 1 കൂടി, പിന്നെ 2 കൂടിയെങ്കിൽ അടുത്ത് 3 കൂടണം. അപ്പൊ എവിടെ എത്തും? 7ലെത്തും. അടുത്ത് വേണ്ടത് 7ാമത്തെ ലെറ്റർ. അത് നോക്കുമ്പോൾ 25 23ലെത്തി, 23 21ലെത്തി. അങ്ങനെയാണെങ്കിൽ ഒരു 2 കുറച്ചിട്ട് നമുക്ക് 19 എന്ന്. അടുത്തത് 19. അടുത്ത 9 12ലേക്ക് വന്നു. 12 15ലേക്ക് വന്നു. 3 3 വീതം കൂടിയിട്ടാണ്. അപ്പൊ 15 ഒരു 3 കൂട്ടിയിട്ട് 18 കൊണ്ടുവന്നു. അടുത്തത് 14 13ലേക്കും 13 12ലേക്കും 12 എന്ന് പറയുന്നത് 11ലേക്കും എത്തി. ആണല്ലോ. ഇവിടുത്തെ ലെറ്റേഴ്സ് മാത്രം എഴുതുക. 7ാമത്തത് 19ാമത്തെ ലെറ്റർ ആരാണ്? 19ാമത്തെ ലെറ്റർ എസ്. ഉറപ്പിക്കാലോ. അടുത്ത 18ാമത്തെ ലെറ്റർ ആണ് അല്ലേ? 18ാമത്തെ ലെറ്റർ നമുക്കറിയാം. അതിന് തൊട്ട് മുമ്പുള്ള അല്ലേ? 6. ഇനി 11ാമത്തെ ലെറ്റർ. 11ാമത്തെ ലെറ്റർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ GSRK. അല്ലേ? കിട്ടിയില്ലേ? GSRK.
ഇങ്ങനെ നമുക്ക് ക്ലിയറായോ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റേഴ്സിന്റെ സീരീസ് ഫില്ല് ചെയ്യാം. ഇനി തൊട്ടടുത്ത ലെറ്റർ ചോദിച്ചാലും അല്ലെ ഇതിനകത്ത് മിസ്സായി പോയത് ചോദിച്ചാലും ഒക്കെ നമുക്ക് ഈ ഒരു ക്രമത്തിൽ തന്നെ ഉത്തരം കണ്ടെത്താം. അടുത്തൊരു ചോദ്യം ഒറ്റയാനാര് എന്നുള്ളതാണ്. 2, 3, 5, 7, 8, 11, 13. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലടാ. ഒറ്റയാനാര് എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ നമ്പേഴ്സിനും ഒരേ പൊതു സ്വഭാവം ഉണ്ടെങ്കിൽ ഒരിക്കലും അതിനകത്ത് എന്ത് വരില്ല? ഒറ്റയാൻ വരില്ല. അപ്പൊ ആലോചിക്കുക തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏതോ ഒരാളിന് മറ്റുള്ള അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റുള്ള സംഖ്യകളെ അപേക്ഷിച്ച് എന്തോ ഒരു പ്രത്യേകത അവനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒറ്റയാൻ അഥവാ ഓഡ് വൺ വിളിക്കുക. 2, 3, 5, 7 ഇങ്ങനെ പോകുന്ന ഇതെല്ലാം പ്രൈം നമ്പറാണ്. അടുത്ത 11ഉം 13ഉം വന്നാലും പ്രൈം നമ്പറാണ്. ഇതിനകത്ത് വരുന്ന 8 എന്ത് നമ്പറാ? കോമ്പോസിറ്റ്. അപ്പൊ ഈ ഒരു നമ്പർ സീരീസ് അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന സംഖ്യാശ്രേണിയിൽ ഒറ്റയാൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഭാജ്യസംഖ്യ എന്ന് വെച്ചാൽ എന്താണ്? കോമ്പോസിറ്റ് നമ്പർ. അപ്പൊ ഭാജ്യസംഖ്യയായ ആര് മാത്രമേ ഉള്ളൂ? 8 മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അതുകൊണ്ട് ഒറ്റയാൻ ആര് എന്ന് ചോദിച്ചാൽ 8. ബാക്കി എല്ലാവരും പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. ബുദ്ധിമുട്ടുണ്ടോ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം 10, 7, 4 എക്സെട്ര ഈ ശ്രേണിയിലെ 25ാം പദം എത്ര? സാധാരണഗതിയിൽ ഇങ്ങനെ എന്നാം പദം അല്ലെങ്കിൽ 25ാം പദം 50ാം പദം ഒക്കെ ചോദിക്കുന്നത് എവിടെയാണ്? സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് പ്രോഗ്രഷനകത്താണ്. ഇതും അത്തരത്തിലുള്ള ഒരു പ്രോഗ്രഷൻ ആണോ എന്ന് ആദ്യം പരിശോധിക്കുക. തന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്ക്. 10, 7, 4 എക്സെട്ര ഇങ്ങനെ പോവാം. ഈ ഒരു ശ്രേണി തുടങ്ങുന്ന 10ലാണ്. 10ൽ നിന്ന് 7ലേക്ക് വന്നു. എന്ത് സംഭവിച്ചു? ഒരു 3 കുറഞ്ഞിട്ടാ. 7 4ലേക്ക് പോയിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടാ? 3 കുറഞ്ഞിട്ടാ. 4 അടുത്ത് എങ്ങോട്ടേക്ക് പോണം? ഒരു 1ലേക്ക് പോണം അല്ലേ? അപ്പൊ എന്ത് ചെയ്തിട്ടാ? 3 കുറഞ്ഞിട്ടാ. ഇങ്ങനെ ഒരു നിശ്ചിത സംഖ്യ കുറഞ്ഞിട്ടോ കൂടിയിട്ടോ ആണ് ഈ ഒരു സീരീസ് ഫോം ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണി വിളിക്കാം അല്ലെ? ഒരു സമാന്തര ശ്രേണിയിലെ 25ാം പദം കണ്ടുപിടിക്കണം അല്ലെ? സമാന്തര ശ്രേണിയിലെ എന്നാം പദം കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, a+n-1 into d. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? a+n-1 into d. ഇതിൽ a ആരാണ്? ആദ്യം ആരാണ്? 10 ആണ്. ആണല്ലോ. n-1 എന്ന് വെച്ചാൽ മൊത്തം 25ാം പദമാണ് വേണ്ടത്, അല്ലെങ്കിൽ 25 പദങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ n ആയിട്ട് ആരെ എടുക്കാം? 25നെ എടുക്കാം. 25ൽ നിന്ന് 1 പോയാൽ 24 അല്ലെ? ഡി. ഇവിടുത്തെ പൊതുവ്യത്യാസം വേണം. അതായത് ഓരോ ശ്രേണിയും തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ പൊതുവ്യത്യാസം എന്ന് വിളിക്കുക. ഇവിടുത്തെ പൊതുവ്യത്യാസം കുറഞ്ഞു കുറഞ്ഞു പോകുന്ന സീരീസ് ആയതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് സീരീസ് ആണ്. ഇതിന്റെ പൊതുവ്യത്യാസം അപ്പൊ നമുക്കിവിടെ എങ്ങനെ എഴുതാം? 10 പ്ലസ് 24 മൈനസ് 24 3 തമ്മിൽ ഗുണിച്ചാൽ 72, അപ്പൊ -72 എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 മൈനസ് 70. ശരിയല്ലേ? 10ൽ നിന്ന് 72 കുറയ്ക്കുക. എത്ര കിട്ടും? -62 എന്ന് കിട്ടും. കണ്ടോ? ഇത്രേ ഉള്ളൂ. കിട്ടിയോ? ഇത്രേ ഉള്ളൂ. ഓക്കെ, ഈ ചോദ്യം ആക്ച്വലി ചെയ്തു നോക്കേണ്ട കാര്യമില്ല. ഇതിന്റെ ഓപ്ഷൻസ് മാത്രം നോക്കിയാൽ എല്ലാവർക്കും എഴുതാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് കണ്ടുപിടുത്തേണ്ടത് അതിന്റെ ഒരു ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ചർച്ച ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഇവിടെ എന്താണ് ഉപയോഗിച്ചത്? അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ എന്നാം പദം കാണാൻ a+n-1 into d. ആദ്യ പദം 10 അല്ലെ? എന്നാം പദം 25ാം പദം 25ൽ നിന്ന് 1 പോയാൽ 24, പൊതുവ്യത്യാസം 24 -3 കൂടെ ഗുണിച്ചാൽ -72. അപ്പൊ 10ൽ നിന്ന് 72 കുറച്ചാൽ മതി. ഉത്തരം -62. ഇങ്ങനെ ചെയ്യാം. മറ്റൊരു മാർഗം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്ഷൻ നോക്കും. എടാ 10, 7, 4 എന്നിങ്ങനെ താഴേക്ക് പോകുന്ന ഒരു സീരീസാണ്. അപ്പൊ ഇതിന്റെ 25ാം പദം എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കുമല്ലോ. 0ത്തേക്കാൾ ചെറിയൊരു സംഖ്യ ആയിരിക്കുമല്ലോ വരുന്നത്. അത് ഉറപ്പിക്കാനുള്ള ഒരു ബോധം എല്ലാ മനുഷ്യർക്കും ഉണ്ട് അല്ലെ? 10, 7, 4 എന്നുള്ള ക്രമത്തിൽ താഴേക്ക് പോകുന്ന ഒരു ശ്രേണിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു 25ാം പദമൊക്കെ എത്തുമ്പോൾ തന്നെ ഏകദേശം എവിടെ എത്തിയിട്ടുണ്ടാവും? 0ത്തിന് താഴെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഓപ്ഷൻ നോക്കുമ്പോൾ 0ത്തിന് താഴെയുള്ള ഒരൊറ്റ നമ്പറേ ഉള്ളൂ അല്ലെ? ബാക്കി എല്ലാവരും വലിയ നമ്പേഴ്സാ. 10നേക്കാൾ വലിയ നമ്പേഴ്സ് അല്ലേ? എന്തായാലും താഴേക്ക് പോകുന്നതായതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട? വലിയ നമ്പേഴ്സ് വേണ്ട. അപ്പൊ ഇതിനകത്ത് വരുന്ന എയും ബിയും ഡിയും തെറ്റാ. ഇതിനകത്ത് റൈറ്റ് എന്ന് പറയുന്നത് ആരാണ്? മൈനസ്. സിമ്പിൾ ആയിട്ട് ഉത്തരം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക്. എക്സിന്റെ 15% എന്നത് വൈയുടെ 20%ത്തിന് തുല്യമായാൽ x/y എത്ര? കേട്ടോ. അപ്പൊ എക്സിന്റെ 15%. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എക്സിന്റെ 15%. അപ്പൊ എങ്ങനെ എഴുതാം? x × 15% അല്ലെ?
എന്നത് വൈയുടെ എത്ര ശതമാനം? 20%. അപ്പൊ എങ്ങനെ എഴുതാം? y ഇൻറ്റു 20%. എഴുതാമല്ലോ. അപ്പൊ എക്സിന്റെ 15% എന്നത് വൈയുടെ 20%ത്തിന് തുല്യമാണ്. എന്നാൽ നമുക്ക് വേണ്ടത് എക്സ് ഈസ്റ്റ് വൈ എത്ര എന്ന്, അല്ലെ? ഇത് കണ്ടെത്താൻ സിമ്പിൾ ആണ്ട. നമുക്കറിയാം അംശബന്ധം. ഇപ്പൊ എ ഈസ്റ്റ് ബി എന്ന അംശബന്ധത്തിന് പകരം നമുക്ക് എ ബൈ ബി എന്ന് എഴുതിയാലും ശരിയാണല്ലോ. ഈ ഒരു കണക്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ ഒരു ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതി നോക്കാം. എക്സിന്റെ 15%, വൈയുടെ 20% ആണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ എഴുതാം, എക്സ് ബൈ വൈ എന്ന് എഴുതാം. ആണല്ലോ. എക്സ് ബൈ വൈ ഈക്വൽ ടു 20% ഡിവൈഡഡ് ബൈ 15, 20/15. ഇത് സിംപ്ലിഫൈ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഈ പെർസെൻറ്റേജ് അങ്ങ് ക്യാൻസൽ ചെയ്താൽ 20ഉം 15ഉം കിട്ടും. 20നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ 20നെയും 15നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4/3 എന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം എക്സ് ഈസ്റ്റ് വൈ എന്നത്, എക്സ് ഈസ്റ്റ് വൈ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 കിട്ടിയോ? ഇതാണ് ഇതിന്റെ പിന്നിലുള്ള കഥ. ഇത്രയും വലിയ കഥയൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉത്തരം എഴുതാവുന്നതേ ഉള്ളൂ. എങ്ങനെയാ? എക്സിന്റെ 15% വൈയുടെ 20%ത്തിന് തുല്യമാണെങ്കിൽ എക്സ് ഈസ്റ്റ് വൈ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യണ അറിയോ? ഈ നമ്പേഴ്സിനെ നേരെ തിരിച്ചിടുക. എക്സിനോടൊപ്പമുള്ള 15ഉം വൈയോടൊപ്പമുള്ള 20ഉം ആണല്ലോ. നിങ്ങൾ എടുക്കുമ്പോൾ ഇതിന്റെ റേഷ്യോ എടുക്കാനായിട്ട് ഇവരെ നേരെ തിരിച്ചെഴുതുക. 15ഉം 20ഉം എന്നുള്ളത് എങ്ങനെ എഴുതുക? 20, 15 ഇങ്ങനെ. 20:15 കിട്ടും. കിട്ടിയോ? 20:15. 20നെയും 15നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടൂടാ? 4:3 എന്ന് കിട്ടൂലേ? പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഉത്തരം. എക്സ് ഈസ്റ്റ് വൈ വന്ന വഴി മനസ്സിലായോ? എക്സ് ഈസ്റ്റ് വൈയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ക്ലിയർ ആണല്ലോ. കുഴപ്പമില്ലല്ലോ. ഇവിടുത്തെ ആൻസർ 4:3. എങ്ങനെ കിട്ടി? എക്സിന്റെ 15% വൈയുടെ 20%ത്തിന് തുല്യമാണെങ്കിൽ എക്സ് ഈസ്റ്റ് വൈ കണ്ടെത്താൻ ഈ സംഖ്യകളെ തിരിച്ചെഴുതുക. എങ്ങനെ? 20ഉം 15. 20നെയും 15നെയും സിംപ്ലിഫൈ ചെയ്താൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? 4:4 പറ്റൂലല്ലോ. ഓക്കെ. അടുത്തൊരു ചോദ്യത്തിലേക്ക്. ഒരു ക്ലാസ്സിലെ 10 കുട്ടികൾ പരസ്പരം ഹസ്തദാനം നൽകിയാൽ, ഹസ്തദാനം ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നു എന്നാണ്, അല്ലെ? ആകെ എത്ര ഹസ്തദാനം നടക്കും എന്നുള്ളതാണ്. 10 കുട്ടികൾ. അപ്പൊ ഹസ്തദാനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ്സിന്റെ എണ്ണം കണ്ടെത്താൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. അപ്പൊ അത് കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഹോൾ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആണ്, അല്ലെ? അഖണ്ഡ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. n ഇൻറ്റു n മൈനസ് 1 ബൈ 2, അല്ലെ? നാച്ചുറൽ നമ്പേഴ്സിന്റെ അഥവാ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1/2. എന്നാൽ അഖണ്ഡ സംഖ്യകളുടെ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സിന്റെ തുക n ഇൻറ്റു n മൈനസ് 1/2. അപ്പൊ ഇവിടെ ഹസ്തദാനങ്ങളുടെ എണ്ണവും അങ്ങനെ തന്നെ കണ്ടുപിടിച്ചു. എത്ര പേരുണ്ട്? 10 പേരുണ്ട്. അപ്പൊ ഹസ്തദാനങ്ങളുടെ എണ്ണം കണ്ടെത്താൻ 10 ഇൻറ്റു 10 ന്ന് 1 പോയാൽ എത്രയാ? 9/2 ആണല്ലോ. ഈ 10ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5, 5, 9, 40. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഷെയ്ക്ക് ഹാൻഡ്സിന്റെ എണ്ണം അല്ലെങ്കിൽ ഹസ്തദാനങ്ങളുടെ എണ്ണം 45 എന്ന് കണ്ണും പറയാം. ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 10 കുട്ടികളുണ്ട്. അപ്പൊ ആകെ എത്ര പേരുണ്ട് എന്ന് നോക്കുക. അവരുടെ എണ്ണത്തിൽ നിന്ന് 1 കുറയ്ക്കുക. എന്നിട്ട് അവരെ തമ്മിൽ ഗുണിച്ച ശേഷം പകുതി എടുക്കുക. 10 ഇൻറ്റു 9/2. കണ്ടോ? അപ്പൊ ഹസ്തദാനങ്ങളുടെ എണ്ണം കണ്ടെത്താൻ നമ്മൾ 10 അതുപോലെ എഴുതി. 10ൽ നിന്ന് 1 കുറച്ചു 9/2 എന്ന് എഴുതി. ഇപ്പൊ 2ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്തപ്പോ 5, 9 ഇൻറ്റു 5 45. ഉത്തരം എഴുതാൻ പറ്റും. കിട്ടിയോ? ചെയ്യാൻ പറ്റിയില്ലേ? അതുപോലെ നമുക്കിനി ബോർഡ് മാസ് റൂൾ അനുസരിച്ച്, അല്ലെ, അടിസ്ഥാന ക്രിയകൾ മാത്രം ഉൾക്കൊള്ളുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. അതായത് കൃത്യമായി അടിസ്ഥാന ക്രിയകളുടെ ക്രമം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൽ ഏത് ആദ്യം ചെയ്യണം ഏത് അവസാനം ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന റൂളാണ് ബോർഡ് മാസ് റൂൾ. ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് നമുക്ക് അടുത്ത് തന്നിരിക്കുന്നത്. കണ്ടോ? ഇതിനകത്ത് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ഉണ്ട്. അതുകൂടാതെ ബ്രാക്കറ്റും ഒക്കെ വരുന്നുണ്ട്. ബോർഡ് മാസ് റൂളിൽ ആദ്യത്തെ കാര്യം നമ്മൾ എങ്ങനെ പരിഗണിക്കും? ബ്രാക്കറ്റ് ആണല്ലേ. ബ്രാക്കറ്റിനുള്ളിൽ 14ഉം 8. 14നോട് എന്ത് ചെയ്യാ? 8 കൂട്ടിയെടുക്കുക. 14 8 എത്രയാ? 22. അടുത്ത റൂൾ അനുസരിച്ച്, അല്ലെ, അതിനകത്ത് ആ ഒരു ക്രമം കൃത്യമായി പാലിക്കുകയാണെങ്കിൽ അടുത്ത ഓഫ് ഓർഡർ ഒക്കെ വരണം. അതെന്തായാലും ഇല്ല ഇതിനകത്ത്.
അടുത്ത് വേണ്ടത് ഡിവിഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 36നെ 9 കൊണ്ട് ഹരിക്കുക. 36നെ 9 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 4 എന്നാണ് ആദ്യം എഴുതുക. ഓക്കെ. അടുത്ത എന്താണ് വരുന്നതെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. 4 × 5 4 5. ഇനി അതിനകത്ത് വരുന്ന ചിഹ്നങ്ങൾ ആരൊക്കെയെന്ന് നോക്കുക. ഇവിടെ ഒരു പ്ലസും, ആ പ്ലസ് ഞാൻ ഇവിടെ അങ്ങ് ഇട്ടു. ഇവിടെ ഒരു മൈനസ് ആണല്ലോ. ഇനി അഡിഷനും സബ്ട്രാക്ഷനും മാത്രമേ വരുന്നുള്ളൂ. ഇതിനകത്ത് 2 ഓപ്പറേഷൻ, ഒരാൾ അഡിഷനും അടുത്തയാൾ സബ്ട്രാക്ഷനും. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യണമല്ലോ. 20ഉം 22ഉം എത്ര കിട്ടി? 42. 42ൽ നിന്ന് 4 കുറയ്ക്കുക. 42 നിന്ന് 4 പോയാൽ എത്ര കിട്ടും? 38. പരിപാടി കഴിയും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പറേഷൻസ് കൃത്യമായി ചെയ്താൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. 38ൽ എത്തിച്ചേരാൻ പറ്റും. ആദ്യം ബ്രാക്കറ്റ് 14ഉം 8ഉം. 14നോട് 8 കൂട്ടിയാ 22. അടുത്തത് ഡിവിഷൻ 36ഉം 9ഉം ഡിവൈഡ് ചെയ്താൽ 4 എന്ന് കിട്ടും. 4ഉം 5ഉം ഗുണിച്ചാൽ 4 5 20. ഇനി വരുന്നത് ഇവിടുത്തെ പ്ലസും 20നോട് 22 കൂട്ടിയാൽ നമുക്ക് 42 എന്ന് കിട്ടും. 42ൽ നിന്ന് 4 കുറയ്ക്കുക. 42 നിന്ന് 4 പോയാൽ എത്ര കിട്ടും? 38. ഉള്ളൂ 38. ഇല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യം. 1 മുതൽ 50 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? കണ്ടോ? ഷെയ്ക്ക് ഹാൻഡ്സിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. എന്താണ്? എണ്ണൽ സംഖ്യകളുടെ തുക ചോദിക്കുകയാണ് അല്ലേ? 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക, നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാൻ ഇക്വേഷൻ നമുക്കറിയാം. n × n+1/2 എന്ന് അറിയാലോ. n × n−1/2 എന്ന് പറയുന്നത് അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സിന്റെ തുകയും, ഇവിടെ നമുക്ക് വേണ്ടത് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നിസ്സർഗ സംഖ്യകൾ, എണ്ണൽ സംഖ്യകൾ എന്ന് വെച്ചാൽ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെ. അപ്പൊ ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ തുകയാണ്. അപ്പൊ 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ, എത്ര എണ്ണം എടുക്കണം? 50 ഇൻറ്റു 50നോട് 1 കൂട്ടിക്കോളൂ, 51/2. ഈ 50നെയും 2നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 25 എന്നാണ്. 25ഉം 51ഉം തമ്മിൽ ഗുണിക്കാം. 25ഉം 51ഉം തമ്മിൽ ഗുണിക്കാം. 25 × 50 എടുത്താൽ എത്ര കിട്ടും? 1250. ഒരാളും കൂടെ അതിനകത്ത് വരുന്നു എന്നുള്ളൂ. ഇപ്പൊ എത്ര കിട്ടി? 1275. കണ്ടോ? സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയില്ലേ? ഉള്ളൂ. അപ്പൊ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ 50 × 51/2. 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25. 25നെ 51 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടി? 1200. അടുത്തൊരു ചോദ്യം. 15 പോസ്റ്റ് കാർഡിന്റെ വില 2.25 രൂപ. 2.25 2.25 രൂപ എന്നാണ് 15 പോസ്റ്റ് കാർഡ് എങ്കിൽ 36 പോസ്റ്റ് കാർഡിന്റെ വില എത്ര? അത്തരത്തിലുള്ള 36 പോസ്റ്റ് കാർഡുകൾക്ക് എത്ര രൂപ വിലയാകും എന്നാണ് ചോദ്യം. കാണുമ്പം 15 പോസ്റ്റ് കാർഡുകൾക്ക് 2 രൂപ 25 പൈസയാണ് എങ്കിൽ ഇതിൽ ഒരു പോസ്റ്റ് കാർഡിന്റെ വില നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതാണല്ലോ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുക അല്ലെ. അപ്പൊ 15 പോസ്റ്റ് കാർഡിന്റെ വില 2 രൂപ 25 പൈസയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 2 രൂപ 25 പൈസയെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 225നെ 15 കൊണ്ട് ഹരിച്ചാൽ മതി. എത്ര കിട്ടിയിട്ടുണ്ടാവും? നമുക്ക് 15 225നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15. ഞാൻ നോക്കുമ്പോൾ ഇവിടെ 2 ദശാംശം ഉണ്ട് അല്ലെ. അതിനകത്ത് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് ആ 2 ദശാംശം അതുപോലെ തന്നെ വരണം അല്ലേ. കാരണം എന്താ? താഴെ ഡിവൈഡ് ചെയ്ത സംഖ്യയിൽ എന്തില്ല? ദശാംശം ഇല്ല. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. ഒരു പോസ്റ്റ് കാർഡിന്റെ വില 0.15 ആണ് അല്ലെ. 0.15 എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാം? 15 പൈസ എന്ന് പറഞ്ഞൂടെ അല്ലെ. 100 പൈസയാണ് എന്തോന്നു? 100 പൈസയാണ് ഒരു രൂപ അല്ലെ. അപ്പൊ നമുക്ക് രൂപയെ പൈസയിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നിലവിൽ എന്താണുള്ളത്? ഇവിടെ ഉള്ളത് 0.15 എന്നാണ്. 0.15 എന്ന് വെച്ചാൽ എന്താണ്? അത് താഴെ എത്തിയെന്നാണ്. 1 രൂപയ്ക്കും താഴെ എത്തിയെന്നാണ്. അപ്പൊ 1 രൂപയ്ക്ക് താഴെ എത്തുക എന്ന് വെച്ചാൽ അതെന്താണ്? 15 പൈസ എന്നാണ്. 15 പൈസ വെച്ചിട്ട് നമ്മൾ 10 കാർഡ് വാങ്ങുകയാണെങ്കിൽ എത്ര രൂപയാവും? 1 രൂപ 50 പൈസയാവും. 5 കാർഡ് വാങ്ങാനാണെങ്കിൽ 75 പൈസ. അങ്ങനെയാണ് 2.25 രൂപയായത്. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. നമുക്കിപ്പോ ഒരു കാർഡിന്റെ വില എത്ര എന്നുള്ളതല്ല. നമുക്ക് ഇത്തരത്തിലുള്ള എത്ര കാർഡുകൾ വാങ്ങണം? 0.15 അല്ലെ. ഈ ക്രമത്തിൽ 36 കാർഡുകൾ വാങ്ങണം. അപ്പൊ നമ്മൾ 36 കൊണ്ട് അവിടെ ഗുണിക്കും. ഒരു കാർഡിന്റെ വിലയെ 36 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഒരു കാർഡിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 0.15 ആണ്. അപ്പൊ നമുക്ക് 15 കൊണ്ട് വേണമെങ്കിൽ ഗുണിക്കാം. 36നെ 15 കൊണ്ട് ഗുണിക്കാം. കേട്ടോ.
540 എന്ന് കിട്ടും. അതിൽ എത്ര 2 ഡെസിമൽ കൊടുത്താൽ മതി. അപ്പൊ ആൻസർ 5.4 എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. 5.40 എന്നാണ്. 5 രൂപ 40 പൈസ എന്നാണ്. അപ്പോൾ ഒരു കാർഡിന്റെ വിലയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് 36 കാർഡുകളുടെ വിലയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത ഇത്രേ ഉള്ളൂ. 15 കാർഡുകളുടെ വിലയിൽ നിന്ന് ഒരു കാർഡിന്റെ വില കണ്ടെത്തി. ഈ ഒരു കാർഡിന്റെ വിലയെ 36 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 36 കാർഡുകളുടെ വില കിട്ടി. ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാടാ? 15 കാർഡുകൾക്ക് എത്ര വിലയുണ്ട്? 2.25 ഉണ്ട്. ഇതിൽ നിന്ന് 36 കാർഡുകളുടെ വില കണ്ടെത്തണം. ഇത് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഇതിന് ജസ്റ്റ് ക്രോസ് ചെയ്താൽ മതി. എങ്ങനെ? 2.25നെ 36 കൊണ്ട് ഗുണിക്കുക. 36 കൊണ്ട് ഗുണിക്കുക. ഏത് കൊണ്ട് ഹരിക്കുക? 15 കൊണ്ട് ഹരിക്കുക. ചെയ്യാലോ? ഇവിടെ 3 കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു 12 കിട്ടും. ഇവിടെ നമുക്ക് 5 ആണല്ലോ. ഈ 2.25നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 12 കൊണ്ട് ഗുണിക്കാം, എന്നിട്ട് 5 കൊണ്ട് ഹരിക്കാം. അല്ലെ? നമ്മൾ 2.25നെ 5 കൊണ്ട് ഹരിക്കാമല്ലോ. 2.25നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടും. അല്ലെ? 225നെ 5 കൊണ്ട് ഹരിച്ചാൽ എന്തായിരിക്കും കിട്ടുന്നത്? 45 എന്നാണ്. അപ്പൊ 2.25നെ 5 കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0.45 എന്നായിരിക്കും. അല്ലെ? എന്നിട്ട് ഇതിനെ 12 കൊണ്ട് ഗുണിച്ചാലും മതി. അല്ലെ? പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ഈ നമ്പറിനെ 12 കൊണ്ട് ഗുണിക്കാം. ഇപ്പോൾ 2.25 അല്ലെങ്കിൽ 225നെ 12 കൊണ്ട് ഗുണിക്കാം. 225നെ 4 കൊണ്ട് ഗുണിച്ചാൽ 900 എന്ന് കിട്ടും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 900ന്റെ 3 മടങ്ങ് എടുത്താൽ മതി. എത്ര കിട്ടും? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2700 എന്ന് കിട്ടും. അല്ലെ? അതിൽ ഡെസിമൽ വരുമ്പോൾ 27 എന്നാണ് വരിക. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 27/5 എന്ന് നമുക്ക് എഴുതാം. 27/5. 27നെ 5 കൊണ്ട് ഹരിക്കാൻ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം 27ന്റെ ഇരട്ടി എടുക്കാം. അല്ലെ? 27ന്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാ? 54 ആണ്. ഒരു ഡെസിമൽ ഇട്ട് കൊടുത്താൽ മതി. 5.4. ഇങ്ങനെ ചെയ്താലും തെറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെ? നമുക്ക് അത്യാവശ്യം ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകണം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ 15 കാർഡുകൾക്ക് 2 രൂപ 25 പൈസയാണെങ്കിൽ അത്തരത്തിലുള്ള 36 കാർഡുകൾക്ക് എത്ര വില എന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എത്രയേ ഉള്ളൂ? എന്താണ്? ഈ കാണുന്ന ഒരു കാർഡിന്റെ വിലയിലേക്ക് പോവുക, എന്നിട്ട് അതിനെ 36 കൊണ്ട് ഗുണിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത പോലെ 2.25നെ 36 കൊണ്ട് ഗുണിച്ച ശേഷം 15 കൊണ്ട് ഹരിച്ചാലും ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം കോഡിംഗ് ക്വസ്റ്റ്യൻ ആട്ടോ. ഹൗസ് എന്നാൽ GPSUB എന്നെഴുതാമെങ്കിൽ ലെമൺ എന്നാൽ എന്തായിരിക്കും? നമ്മൾ നേരത്തെ ചെയ്ത കോഡിംഗ് അല്ല, നേരത്തെ ലെറ്റർ സീരീസ് ആയിരുന്നു അല്ലേ? ഇത് നമുക്ക് ഹൗസിന്റെ കോഡിൽ നിന്ന് ലെമണിന്റെ കോഡിലേക്ക് പോകണം. ഇവിടുത്തെ ക്രമം കൃത്യമായി നോക്കുക. ഹൗസ് എന്ന് പറയുന്നത് കണ്ടല്ലോ, HOU അല്ലേ? ഇതിന്റെ കോഡ് വരുമ്പം നമുക്ക് കിട്ടുന്ന എന്താണ്? GPSUB എന്നുള്ള രീതിയിലാണ്. ഇവിടെ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ കോഡിങ്ങിന്റെ ഒരു ക്രമം എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്പേഴ്സ്, നമുക്ക് ഇതിനകത്തുള്ള ലെറ്റേഴ്സിന്റെ നമ്പർ നോക്കാം അല്ലേ? Hന്റെ നമ്പർ 8 ആണ്, Oയുടെ നമ്പർ 15 ആണ്, Uവിന്റെ നമ്പർ 21 ആണ്, Sന്റെ നമ്പർ അല്ലെ? S എന്ന് പറയുന്നത് 19ാമത്തെ ലെറ്ററും E 5ാമത്തെ ലെറ്ററുമാണ്. ഇത് നമ്മൾ അങ്ങ് എഴുതി. ഇതിന്റെ കോഡ് അല്ലെ? ഹൗസ് എന്ന വേർഡിന്റെ കോഡിലേക്ക് പോവാണ്. അപ്പൊ ആ കോഡിൽ വന്നിരിക്കുന്ന ലെറ്റേഴ്സ് അല്ലെ? G വന്നിട്ടുണ്ട്, G 7ാമത്തെ ലെറ്റർ ആണ്. അടുത്ത് P വന്നിട്ടുണ്ട്, P 16ാമത്തെ ലെറ്റർ ആണ്. S വന്നിട്ടുണ്ട്, S 19ാമത്തെ ലെറ്റർ ആണ്. ശരിയല്ലേ? ഓക്കെ ആണേ? ഓർത്തോണം. അടുത്ത് U വന്നിട്ടുണ്ട്, U എന്ന് പറയുന്ന എത്രാമത്തെ ലെറ്റർ? 21ാമത്തെ ലെറ്റർ. അടുത്ത് B വന്നിട്ടുണ്ട്, B 2ാമത്തെ ലെറ്റർ. അപ്പൊ അതിന്റെ ക്രമം കൃത്യമായി. ഓക്കെ, ആദ്യം 8 7ലേക്ക് മാറി അല്ലെ? 8 7ലേക്ക് മാറി എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് കുറഞ്ഞു. അടുത്ത 15 16ലേക്ക് വന്നു. എത്ര കൂടി? 2 കൂടി എന്നാണോ? അല്ല, 1 അല്ലെ? ആദ്യം 1 കുറഞ്ഞു, അടുത്തതോ 1 കൂടി. അടുത്തത് 21 19ലേക്ക് മാറി. എന്ത് സംഭവിച്ചു? 2 കുറഞ്ഞു. അടുത്ത 19 21ലേക്ക് മാറി എന്ന് വെച്ചാൽ എന്താ? 2 കൂടി. കണ്ടോ? ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഒരാൾ 2 കുറഞ്ഞു, അടുത്ത ആൾ 2 കൂടി. അടുത്ത് നോക്കുമ്പോ 5 2ലേക്ക് വന്നു. എന്താ ചെയ്തേ? അവിടെ 3 കുറഞ്ഞു. കഥ മനസ്സിലായല്ലോ? അതായത് 1 കുറയുക, 1 കൂടുക, 2 കുറയുക, 2 കൂടുക. എന്ത് ചെയ്യണം? 3 കുറയുക, 3 കൂടുക. അതാണ് അല്ലേ? അപ്പൊ നമുക്ക് ഈ ലെമൺ എങ്ങനെ എഴുതാം? ലെമൺ എന്ന വേർഡിന്റെ കോഡിലേക്ക് നമ്മൾ പോവാൻ പോവാണ് അല്ലേ? അപ്പൊ അതിനാദ്യം ലെമണിന്റെ നമ്പേഴ്സ് വേണം. ലെമൺ എന്ന വേർഡിന്റെ നമ്പേഴ്സ് ആരൊക്കെയാണ് നോക്കാം. എല്ലിന്റെ നമ്പർ വേണം അല്ലേ? എല്ലിന്റെ നമ്പർ 12 ആണ് കേട്ടോ.
ഈ 5ാമത്തെ ലെറ്റർ ആണ്. എം ആണെങ്കിൽ 13ാമത്തെ ലെറ്ററും ഒ 15ാമത്തെ ലെറ്ററും എൻ 14ാമത്തെ ലെറ്ററും ആണ്. എഴുതാമല്ലോ? എഴുതാം. ഇനി നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യണം? കോഡിലേക്ക് പോകണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തേതിൽ 1 കുറയ്ക്കുക. 12 ന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും? 11. അടുത്തത് 1 കൂട്ടുക. 5നോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഇനി 2 കുറയ്ക്കുക. 13 ന്ന് 2 കുറയ്ക്കുക. 13 ന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? 11 ആണല്ലോ. ഇനി 2 കൂട്ടുക. 15നോട് 2 കൂട്ടിയാൽ എത്ര കിട്ടും? 17 എന്ന് കിട്ടും. ഇനി 3 കുറയ്ക്കുക അല്ലേ? അടുത്ത് വരുന്ന 14 ന്ന് 3 കുറച്ചാൽ എത്ര കിട്ടും? 11. ഓക്കെ. അപ്പൊ ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇനി എഴുതേണ്ടത് അല്ലേ? ആദ്യത്തെ ലെറ്റർ കെ ആണ്. അടുത്ത ലെറ്റർ എഫ് ആണ്. അടുത്ത ലെറ്റർ പിന്നെയും കെ ആണ്. 17ാമത്തെ ലെറ്റർ ആരാടാ? അത് ക്യൂ ആണ്. 11ാമത്തെ ലെറ്റർ തന്നെ വീണ്ടും വന്നു. കണ്ടോ? ഈ 11 വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് എഴുതാം കേട്ടോ. 11, 11, 11 ആരാ? കെ ആണ്. ഇങ്ങനെ ഒന്നിട വിട്ട കെ വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് എഴുതാം കേട്ടോ. അതായത് ഇവിടെ 1 കുറഞ്ഞു 1 കൂടി, 2 കുറഞ്ഞു 2 കൂടി, 3 കുറഞ്ഞു 3 കൂടി, അങ്ങനെയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ കെ എഫ് കെ ക്യു കെ എന്നാണ് വന്നിരിക്കുന്നത്. കെ എഫ് കെ ക്യു കെ എന്നത് കിട്ടിയോ? അപ്പൊ ആ കോഡിങ് അത്യാവശ്യം കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യത ഉള്ളതാണ്. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്താൽ ഉത്തരം കിട്ടും, ഉറപ്പ്. അപ്പൊ അതുപോലെ മറ്റൊരു ചോദ്യം 28.001 പ്ലസ് 0.01 പ്ലസ് 15.0007 മൈനസ് 9.01 പ്ലസ് എക്സ് ഈക്വൽ ടു 45.022. എക്സിന്റെ വില കാണുക. ഇതിനകത്ത് ഒരു എക്സ് വന്നിട്ടുണ്ട്. ഈ എക്സിന്റെ വില കാണുക. നമുക്ക് ദശാംശ സംഖ്യകളുടെ അഡിഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ അല്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ അതിബുദ്ധി കാരണം അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് കാരണം ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഒരു നാണം ഇല്ലാതെ നമ്മൾ തെറ്റിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാവരുത്. ഇത്തരം ചോദ്യങ്ങളെ സമാധാനമായി ഹാൻഡിൽ ചെയ്യുക. കാരണം ഇതിനകത്തുള്ള ദശാംശ സ്ഥാനങ്ങളും പൂജ്യങ്ങളും ഒക്കെ വളരെ വിലപ്പെട്ടതാണ്. ഓരോന്നിനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണിപാളും. ഒരു മാർക്ക് പോകുന്ന വഴി അറിയില്ല. ഒരുപാട് സമയവും നഷ്ടപ്പെടും. ഇവിടെ നമ്മളൊരു ക്രമം പാലിക്കുക. ഇവിടെ ചെയ്യേണ്ട ഓപ്പറേഷൻസ് നമ്മൾ മര്യാദയ്ക്ക് അങ്ങ് ചെയ്യുക. ഇവിടെ കൂട്ടാനുള്ള 3 സംഖ്യകൾ ഇവരെ താഴെ താഴെ എഴുതി അങ്ങ് കൂട്ടുക. ഇപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് 28.001 ഉണ്ട് അല്ലേ? അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് 0.01 ഉണ്ട്. അത് കഴിഞ്ഞ് 15.0007 ഇത്രയുണ്ടല്ലോ. ഇവരെ ഒന്ന് കൂട്ടും. ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ ഇവിടെ ഒരു 7 കിട്ടി, ഇവിടെ 1 വന്നിട്ടുണ്ട്, 1 ആണല്ലോ. 15, 28 തമ്മിൽ കൂട്ടുക. റെഡി 43 എഴുതാൻ പറ്റുമല്ലോ. ആണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് മൈനസ് ചെയ്യാം. 1000 മൈനസ് ചെയ്യണം. 9.01 9.0 ഇവിടെ കിട്ടിയ തുകയിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ 1ഉം 7ഉം അതുപോലെ തന്നെ കിട്ടും. 0.01 നിന്ന് 0.1 കുറച്ചാൽ അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്? 0 0 മാത്രമേ കുറയ്ക്കാനുള്ളൂ. 43ൽ നിന്ന് 9 കുറയ്ക്കാം. 43 നിന്ന് 9 പോയാൽ നമുക്ക് കിട്ടുന്നത് 34. ഇത് ഓക്കെ ആണല്ലോ. അതായത് ഒരു സൈഡിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള എല്ലാ വാല്യൂസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് അതുപോലെ തന്നെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ വാല്യൂവിനോട്, ഈ കൂട്ടി കിട്ടിയ വാല്യൂവിനോട് അല്ലെങ്കിൽ കൂട്ടി കുറച്ച് കിട്ടിയ വാല്യൂവിനോട് എക്സ് കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് പറയുകയാണ്? 45.0227 എന്ന് പറയാം. ഇവിടുത്തെ എക്സ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഇത് ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ. ഈ 45.0227 നിന്ന് ആരെ മൈനസ് ചെയ്യുക? 34.0017 മൈനസ് അല്ലെ? അത്ര ഉള്ള കാര്യം. അപ്പൊ ഇത് മൈനസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 45.000 ഉണ്ടോ? 0227 അല്ലെ? ഇതിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? നമുക്ക് 34.0017 ഓക്കെ. ഇവിടെ എങ്ങനെ മൈനസ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ 2 ആണേ, 0 അല്ല. ഓക്കെ. അപ്പോൾ 7ൽ നിന്ന് 7 പോയാൽ 0 ആണ്. 2ൽ നിന്ന് 1 പോയാൽ 1 തന്നെ. പിന്നെ 0.2ൽ നിന്ന് ആണോ? 0.02ൽ നിന്ന് 0 കുറച്ചാൽ എന്ത് തന്നെ? 0.02. ഇനി 45ൽ നിന്ന് ആരെ മൈനസ് ചെയ്യാം? 34നെ. അപ്പൊ എത്ര കിട്ടും? 11. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ 11.0210. ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 11.021. ഈ അവസാനത്തെ 0 നിങ്ങൾ എടുത്തില്ലേ അല്ലേ? ഇത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കിയേ. ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും നോക്കാനില്ല കേട്ടോ.
ചെയ്ത കാര്യം ഇത്രേ ഉള്ളൂ. ഇവിടെ കൂട്ടാനുള്ള വാല്യൂസ് ഒരുമിച്ച് എടുത്തു, കൂട്ടി. എന്നിട്ട് നമ്മൾ 9.01 അതിൽ നിന്ന് കുറച്ചു. ആ കിട്ടിയ മൂല്യം ഏതിൽ നിന്ന് മൈനസ് ചെയ്തു? 45-ൽ നിന്ന് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എക്സിന്റെ മൂല്യം കിട്ടി 11.021 ആണ് കാര്യം അല്ലേ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പല പരീക്ഷകളിൽ അല്ലേ, ഇതിപ്പോ നമ്മളെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് മാത്രമല്ല, കേരള PSCയുടെ തന്നെ ഇപ്പൊ നമുക്ക് തമിഴ് നോയിങ്, കന്നഡ നോയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേറെ പരീക്ഷകൾ നടക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നിലവാരത്തിലുള്ള 10th ലെവലിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC റീസെന്റ് ആയിട്ട് ചോദിച്ചതുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങളെയാണ് ക്രമത്തിൽ നമ്മളിവിടെ ചെയ്തു പഠിച്ചത്. ഓക്കെ ആണല്ലോ? കുഴപ്പമില്ലല്ലോ? ചെയ്ത ചോദ്യങ്ങളെല്ലാം വ്യക്തമാണല്ലോ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് ചെയ്യുക. 1, 2, 3, 4 തവണ ചെയ്യുക. മാത്സ് എത്ര തവണ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പരീക്ഷാ ഹാളിൽ പെർഫോം ചെയ്യാം. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ചെയ്തു തന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തിയ ചോദ്യങ്ങൾ ഓക്കെ ആണ്. ആ ചോദ്യങ്ങളെല്ലാം നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ആ ചോദ്യങ്ങൾ കൃത്യമായി റിവൈസ് ചെയ്ത് വെക്കുക. എപ്പോഴായാലും നമുക്ക് പ്രയോജനം ചെയ്യും. കേട്ടോ, മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.